വളരെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇതിൽ തമാശയുടെ ഒരു തരി പോലും ഉണ്ടാകില്ല. അപ്പോൾ തുടങ്ങാല്ലേ? നമുക്കറിയാം, ഈ വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിന്റെ 2 സഭകൾ പാസ്സായി. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ തന്നെ BJP ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ മുസ്ലിം ലീഗിലെ പരമാവധി അന്യവൽക്കരിക്കുക എന്നുള്ള അവരുടെ ഒരു ലക്ഷ്യമാണ്. കാരണം ഈ രീതിയിലൊരു സാമുദായിക ധ്രുവീകരണം ഉണ്ടെങ്കിൽ മാത്രമേ പാർട്ടിക്ക് പിടിച്ചേക്കാൻ പറ്റൂ. അതിനുവേണ്ടി ചെയ്ത ഒരു പുതിയ കാൽവെപ്പാണ് ഈ നിയമ ഭേദഗതി എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയത്തിനും ഒരവകാശമില്ല. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ അല്ലാണ്ട് മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തുകളൊക്കെ സംരക്ഷിച്ചുകളെ അതെല്ലാം രേഖയിൽ കൊണ്ടുവരാം എന്ന ഒരു ഉദ്ദേശമേ ഇതിലില്ല. പറയുന്നത് മറിച്ചാണ് എങ്കിൽ പോലും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ മതേതര കക്ഷികളായിട്ട് ഭാവിക്കുന്ന ജനതാദൾ യുണൈറ്റഡും തെലുങ്ക് ദേശം പാർട്ടിയും പിന്നെ ലോക് ജനശക്തി പാർട്ടിയുമൊക്കെ നിവൃത്തിയോടുകൊണ്ടായിരിക്കും എങ്കിൽ പോലും പാർലമെൻറ്റിൽ ഈ ഭേദഗതിയെ അനുകൂലിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മറുഭാഗത്ത് മറ്റെന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികൾ DMK, NCP, നമ്മുടെ മതേതര ശിവസേന, തൃണമൂൽ കോൺഗ്രസ്, എന്തിന് ബിജു ജനതാദൾ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി, അതുമല്ലെങ്കിൽ നമ്മുടെ YSR കോൺഗ്രസ് പോലുള്ള പാർട്ടികളൊക്കെ ഈ ബില്ലിനെ ഭേദഗതിയെ എതിർക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ പ്രതിപക്ഷത്ത് ഒരു തരത്തിലുള്ള ഒരു ഐക്യം ഉണ്ടായിരിക്കും. ഭരണപക്ഷത്ത് പാർട്ടികൾ തമ്മിലുള്ള ബന്ധം കുറേ കൂടി സുദൃഢമായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒറ്റ നോട്ടത്തിൽ കാണുന്ന ഒരു വ്യത്യാസം. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വഖഫ് ബില്ല് പാസ്സാക്കിയാൽ മതിയിൽ പോരെ എന്ന് ചിലരെങ്കിലും സംശയിച്ചിരുന്നു. BJPയിൽ തന്നെ ഉണ്ട്. പക്ഷേ അതൊന്നും വിഷയമല്ല. ഈ ഒരു ധ്രുവീകരണം തന്നെയാണ് ബീഹാറിലാണെങ്കിലും വേറെ എവിടെയാണെങ്കിലും ജയിക്കാൻ ഏറ്റവും എളുപ്പം എന്നുള്ള കാര്യം അമിത്ഷായ്ക്ക് അറിയാം, നരേന്ദ്രമോദിക്ക് അറിയാം. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷമായി. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഭേദഗതി ഇത്ര തിടുക്കപ്പെട്ട് ഈ ബഡ്ജറ്റ് സെഷൻ തീരുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം അവതരിപ്പിച്ച് പാസ്സാക്കിയെടുത്തത്. അതാണ് ഇതിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യേകത. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ സംഗതി വളരെ വ്യത്യസ്തമാണ്. ഇവിടെ ഈ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന 2019 മുതൽക്ക് വളരെ ചെറിയ തോതിൽ ആരംഭിച്ച് സാമാന്യമായിട്ട് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു സംശയവും ഭയവും ഇപ്പോൾ കൂടുതൽ രൂക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സാമുദായികവും സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള പ്രത്യേകത. ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. ഇവിടെ എല്ലാ മുസ്ലിങ്ങളും വിചാരിക്കുന്നത് ഈ വഖഫ് നിയമ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. കാരണവന്മാരായിട്ട് ഉണ്ടാക്കിയ വസ്തുക്കൾ ദൈവികമായൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ച സ്വത്ത് ഈ വിരുദ്ധന്മാരും അന്യസമുദായക്കാരും തട്ടിയെടുക്കാൻ ശ്രമിക്കും. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ അതിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നു, ഒത്താശ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിലെന്തുമാത്രം ശരിയുണ്ട് തെറ്റണമെന്നുള്ള വേറെ കാര്യം. പക്ഷേ അവരങ്ങനെ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ അവരോടൊപ്പം നിൽക്കും എന്ന് അവർ പ്രതീക്ഷിക്കുന്ന വിഭാഗങ്ങൾ നേരത്തെ പറഞ്ഞ മതേതര കക്ഷികളാകാം, അല്ലെങ്കിൽ ഇടതുപക്ഷ കക്ഷികളാകാം, അതുമല്ലെങ്കിൽ മറ്റ് ജാതി സമുദായങ്ങളായിരിക്കും. ഇവർ ഗണ്യമായൊരു ഭാഗം അവർ ഒരു തരത്തിൽ സഹകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവർക്ക് തുരങ്കം വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഇപ്പോൾ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട സാമുദായിക സംഘടനകളായത് തന്നെ വഖഫ് നിയമത്തെക്കുറിച്ച് ഒരു വാക്കുപോലും വിട്ടിട്ടില്ല. അവരൊക്കെ ഉള്ളുകൊണ്ട് ഇതിൽ സന്തോഷിക്കുന്നവരാണ് എന്ന കാര്യം വ്യക്തമാണ്. അങ്ങനെ പവനായി ശവമായി. ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ വളരെ സമരോത്സുകമായ രീതിയിൽ മുമ്പ് ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ BJP സർക്കാരിനെ പിന്തുണയ്ക്കുകയും അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ഭേദഗതിക്ക് എതിരെ വോട്ട് ചെയ്യാൻ, ഭേദഗതിയെ അനുകൂലിച്ച് വോട്ട് ചെയ്യാൻ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ MP മാരോട്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ MP മാരോട് ആവശ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ വളരെ ഗുരുതരമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതം എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ വിചാരിക്കുന്നു ഞങ്ങളുടെ സ്വത്ത് തട്ടിപ്പറിക്കാൻ ക്രിസ്ത്യാനികൾ കൂട്ടുനിൽക്കും. പലരും പ്രതികരിക്കുന്നത് വളരെ സഭ്യതരമായ ഭാഷയിലും കൂടിയാണ്. മുസ്തഫ മുണ്ടുപാറ എന്ന് പറഞ്ഞൊരു മഹാൻ ഇത് ഹിറ്റ്ലറെ സഹായിച്ച അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളുണ്ടാക്കി നാസികളെ അനുകൂലിച്ച കത്തോലിക്ക സഭയുടെ നിലപാടുമായിട്ടൊക്കെയാണ് താരതമ്യം ചെയ്തത്. പലരും ആ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ക്രിസ്ത്യാനികൾ ഏത് കാലത്ത് ഒറ്റുകാരായിരുന്നു, അവർ ബ്രിട്ടീഷുകാരുടെ പാദസേവകരായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടി കഴിയുമ്പോൾ കോൺഗ്രസിനെ പിന്തുണക്കാൻ തുടങ്ങി. ഇപ്പോൾ BJP അധികാരത്തിൽ വന്നപ്പോൾ അവരുടെ ചെരുപ്പ് നക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നതെന്നൊക്കെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പല മുസ്ലിമീങ്ങളും അടിച്ചുവിടുന്നുണ്ട്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ നിൽക്കണം. നേരെ മറിച്ച് ക്രിസ്ത്യാനികളാണെങ്കിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ പണം കൊടുത്ത് വാങ്ങിയ വസ്തു മുൻപത്തെ ഉദ്ദേശിച്ചാണ്
അത് തട്ടിപ്പറിക്കാനുള്ള ശ്രമമാണ് വഖഫിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വഖഫ് ഭീകരത എന്നുള്ള രീതിയിൽ പ്രചരണം അവർ നടത്തും. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കൈവിട്ട ഞങ്ങളെ BJP സഹായിച്ചു എന്നാണ് ഏറ്റവും കുറഞ്ഞ മുനമ്പത്തെ ലത്തീൻ കത്തോലിക്കരെങ്കിലും വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് സമരപ്പന്തലിൽ വന്ന രാജീവ് ചന്ദ്രശേഖരൻ, അതുപോലെ തുഷാർ വെള്ളാപ്പള്ളിക്കും അവരുടെ കൂടെ നടന്ന ഷോൺ ജോർജിനുമൊക്കെ വളരെ ഊഷ്മളമായ സ്വീകരണം ലഭിച്ചത്. ആ സമരപ്പന്തലിൽ വെച്ച് തന്നെ ഏതാണ്ട് 50ഓളം പേർ BJPയിൽ മെമ്പർഷിപ്പ് എടുത്തു എന്നുള്ളതാണ്. എത്ര ആൾ മെമ്പർഷിപ്പ് എടുത്തു എന്നുള്ളതല്ല, ആ ഒരു വികാരത്തിലേക്ക് ഇവരെത്തി എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇങ്ങനെ വലിയ ഒരു ധ്രുവീകരണം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇങ്ങനെ ഒരു പരിണതിയിൽ എത്തിച്ചതിന് പ്രധാന പങ്ക് വഹിച്ചത് ഇടതുപക്ഷ സർക്കാരും മറ്റുമൊക്കെ ആണെങ്കിൽ പോലും ഇവർക്ക് കലി അഥവാ കലിപ്പ് ഉള്ളത് കോൺഗ്രസിനോടാണ്. കാരണം കോൺഗ്രസിൻ്റെ കാലത്താണ് ഈ വഖഫ് നിയമം ഉണ്ടായത്. നരസിംഹറാവുവാണ് അത് ആദ്യം ഭേദഗതി ചെയ്തത്. മൻമോഹൻ സിംഗാണ് അതിൽ കൂടുതൽ കർശനമായ വ്യവസ്ഥകൾ ചേർത്ത്. അങ്ങനെയാണ് ഈ മുനമ്പത്തുകാർ ഇന്നത്തെ അവസ്ഥയിലെത്തിയത് എന്നുള്ളതാണ് അവരുടെ വിശ്വാസം അതല്ലേ എല്ലാം. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് ലാഭമില്ല, നഷ്ടമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കിട്ടാനായിട്ട് ഒന്നുമില്ല, പോകാനായിട്ട് ഒന്നുമില്ല. മറിച്ച് കോൺഗ്രസ്സിനാണ് ദോഷം. കാരണം ഏത് കാലത്തും ലത്തീൻ കത്തോലിക്കർ, ക്രൈസ്തവർ പൊതുവിലും ലത്തീൻ കത്തോലിക്കർ പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കാണ്. അതിലാണ് വലിയ വിള്ളലുണ്ടായിട്ടുള്ളത്. ഇവരെല്ലാം BJP ചേരുന്നതല്ല ഞാൻ പറഞ്ഞത്. വളരെ കുറച്ച് പേരെ BJPയിൽ ചേരുകയുള്ളൂ, അല്ലെങ്കിൽ BJPക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുള്ളൂ. പക്ഷേ ഇവർ കോൺഗ്രസിൽ നിന്നും അകന്നു പോയിരിക്കുന്നു, UDFിൽ നിന്നും അകന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ഇപ്പം എന്താ ഒന്നല്ല ചുമ്മാ സത്യത്തിൽ UDF നേതാക്കന്മാർ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവ്, പ്രതിപക്ഷ നേതാവ് VD സതീശനൊക്കെ മുൻപത്തി എന്ന് ഇതൊരു വിഷയമേ അല്ല, ഇത് വഖഫല്ല, വഖഫ് നിയമം ഇതിന് ബാധകമല്ല, വഖഫ് നിയമ ഭേദഗതി വേറെ, മുൻപത്തെ വിഷയം വേറെ എന്നൊക്കെ പറഞ്ഞു ഒരു വിധത്തിൽ ഇവരെ സമാധാനിപ്പിച്ച് സാന്ത്വനിപ്പിച്ച് നിന്നാണ്. ലീഗുകാരും ആദ്യം ഈ സ്റ്റാൻഡാണ് എടുത്തത്. പിന്നെ ഈ INLകാരും PDPക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും മാത്രമാണ് ഇത് വഖഫാണ്, അവിടെ താമസക്കാരെ ഒഴിപ്പിക്കണം, ഈ വസ്തു ഫാറൂഖ് ഉളന് വിട്ടുകൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ശക്തമായൊരു നിലപാട് എടുക്കേണ്ടിയിരുന്ന പാർട്ടി മുസ്ലിം ലീഗാണ്. കാരണം ഈ UDFനെ UDF ആക്കി നിലനിർത്തേണ്ടത് ലീഗിൻ്റെ ആവശ്യമാണ്. 10 കൊല്ലമായിട്ട് ഇപ്പോൾ അധികാരത്തിന് പുറത്താണ്. 9 കൊല്ലം കഴിഞ്ഞു, 10ാമത്തെ കൊല്ലത്തിലേക്ക് പ്രവേശിക്കും. അധികാരം കയ്യിലില്ലെങ്കിൽ പാർട്ടി തന്നെ ഒരു ശവമാണ്. അപ്പോൾ അങ്ങനൊരു സന്ദർഭത്തിൽ UDFിൻ്റെ ഒരു പ്രധാന വോട്ട് ബാങ്കായ ലത്തീൻ കത്തോലിക്കരെ അകറ്റുക എന്നുള്ള ആത്മഹത്യാപരമാണ് എന്ന കാര്യം ലീഗുകാർക്കറിയാം. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത് വഖഫാണ്, വഖഫ് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞാരാണ്? E.T. മുഹമ്മദ് ബഷീർ. ബഷീർ അത് പറഞ്ഞതാണ് ഈ കഥയിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ന്. അതിനുശേഷം ലീഗിൻ്റെ ഒരു നേതാവിനും പഴയ പോലെ ആർജവത്തോടുകൂടി ഇത് വഖഫല്ല, ഈ മത്സ്യത്തൊഴിലാളികൾ അവിടെ സ്ഥലം തീർവാങ്ങിച്ചവരാണ്, അവർക്ക് അവിടെ തുടരാനുള്ള അർഹതയുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. പിന്നീട് ഇവർ പറയുന്നത് മുഴുവനും എങ്ങനെയാണ്? ഇത് വഖഫാണ്, പക്ഷേ അവിടെ നിന്ന് ആരും ഇറക്കി വിടുകയില്ല, അല്ലെങ്കിലും അവരാരും അവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം. ഇത് പറയുന്നത് ലീഗുകാർക്കും അറിയാം. പക്ഷേ മുസ്ലിം ലീഗ് ഈ ഞഞ്ഞാം പിഞ്ഞാം പറഞ്ഞതുകൊണ്ടാണ് സത്യത്തിൽ ഈ ഒരു പരിണതിയിലേക്ക് എത്തിയത്. എന്ന് മാത്രമല്ല, കത്തോലിക്ക സഭ ഇത്ര ശക്തമായ നിലപാട് ഒരു ഭാഗത്ത് എടുക്കുമ്പോഴും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇവർ തയ്യാറായിരുന്നില്ല. എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ MP മാരും അവരുടെ മനസാക്ഷിക്കെതിരായിട്ട് വഖഫിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. വഖഫ് നിയമ ഭേദഗതി തള്ളിക്കളയണം, അതിന് യാതൊരു ഭേദഗതിയും വരുത്താൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞത്. സത്യത്തിൽ ഭേദഗതി ചെയ്യേണ്ട എത്രയോ വ്യവസ്ഥകൾ അതിനകത്തുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു വലിയ വിപര്യം ഉണ്ടായത്. 100% ഞാൻ യോജിക്കുന്നു.